എല്ലാം ഒരുപാട് ഇടിച്ചു. വലിയൊരു പ്രോസസ്സായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളം ഇടിച്ചും പൊളിച്ചും നമുക്ക് പണിയേണ്ടി വന്നു. ഞാൻ ഒരു 30 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ റെനോവേഷൻ കഴിഞ്ഞ ദിവസമാണ് ഇന്ന്. അപ്പം അത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്ത് എൻ്റെ ക്ലയൻറ്റാണ് ക്ലയൻറ്റ് സാറിൻ്റെ പേര് മിസ്റ്റർ രഘു എന്നാണ്, മാഡത്തിൻ്റെ പേര് മീന എന്നാണ്. ബാക്കി എന്നെയും കാട്ടിയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഇലിവേഷൻ കുറേ പണി ഞങ്ങൾ അകത്തും ചെയ്തു പുറത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പം ബേസിക്കായിട്ട് ഫ്രണ്ട് ഇലിവേഷനാണ് ഞാനിപ്പോൾ സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ക്ലയൻറ്റ് തന്നെ സംസാരിക്കട്ടെ. മനോജ് സാർ സൂചിപ്പിച്ചതുപോലെ 30 വർഷം പഴക്കമുള്ള വീടാണിത്. ഈ വീടിനെ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡാംനെസ്സാണ്. പല ഭിത്തികളും നനവുകളും, അതുപോലെ തന്നെ ഈ കബോർഡിനകത്തൊക്കെ ഭയങ്കര നനവ്, റൂഫിലും നനവുകളുണ്ടായിരുന്നു പല സ്ഥലത്തും. ഈ നനവ് മാറി ഡ്രോപ്പായിട്ട് വെള്ളം വീഴാൻ തുടങ്ങി 1-2 സ്ഥലങ്ങളിൽ. അപ്പോഴാണ് നമ്മൾ ആംസൺ ഹോംസിനെ നമ്മൾ സമീപിക്കുകയും അവരിവിടെ വന്ന് ഇതെല്ലാം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം റൂഫിൽ നിന്നുള്ള ചോർച്ചയാണ്, ആ ചോർച്ച ജനലിൻ്റെ ഇടയിൽ കൂടി ആണ് ഈ കബോർഡിലോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ഈ ജനലുകൾ എല്ലാം എടുത്ത് മാറ്റി നമുക്ക് ഇതിനൊരു റിനോവേഷൻ നടത്താം ആംസൺ ഹോംസിൽ നിന്ന് ഒരു സജഷൻ വരികയും അവരുടെ എൻജിനീയേഴ്സ് മനോജ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് എല്ലാം പരിശോധന നടത്തി ഇപ്പം ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകുകയും തന്നു വന്ന്. അവരുടെ നേതൃത്വത്തിൽ ആണ് പിന്നെയുള്ള റിനോവേഷൻ വർക്ക് നടത്തിയത്. അപ്പോൾ റിനോവേഷനോടൊപ്പം തന്നെ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ പഴയ രൂപത്തിലുള്ള ഒരു വീടായിരുന്നു, പഴയ കൺവെൻഷണൽ ഒരു വീട്. ആ വീടിൻ്റെ എലിവേഷനും കൂടെ മാറ്റാൻ ഇങ്ങനെ ഈ രൂപത്തിൽ മാറ്റിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്നുള്ള ഒരു സജഷൻ ആംസൺ ഹോംസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് നമ്മൾ പറഞ്ഞു എങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രണ്ട് എലിവേഷൻ തന്നെ പഴയ രൂപത്തിൽ നിന്നൊക്കെ മാറ്റി പുതിയ രൂപത്തിലാക്കി. അവിടെ ഉണ്ടായിരുന്ന പഴയ മെറ്റൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വരാന്തയ്ക്ക്, ഓപ്പൺ വരാന്തയ്ക്ക്. അതെല്ലാം മാറ്റി ഗ്ലേസ്ഡ് ഫെൻസിങ് ഒക്കെ കൊടുത്ത് വരാന്തയൊക്കെ ചെയ്ത് പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഇടിച്ചു. അതിൻ്റെ ഒരു സാങ്കേതിക വശമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിന് മുമ്പിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഈ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സൺഷെയ്ഡുണ്ട്, പുതിയതായിട്ട് രൂപീകരിച്ചതാണ്. പണ്ടൊന്നും ഈ വീടിന് ആ സൺഷെയ്ഡ് ഇല്ല. അങ്ങനൊരു സൺഷെയ്ഡിനുള്ള രൂപം കൊടുത്തുകൊണ്ട് എല്ലാം ഒരുപാട് ഇടിച്ചു. വലിയൊരു പ്രോസസ്സായിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മാസത്തോളം ഇടിച്ചും പൊളിച്ചും നമുക്ക് പണിയേണ്ടി വന്നു. കാരണം എല്ലാ ജനലുകളും മാറ്റി നമ്മൾ UPVC ആക്കി. അതും അദ്ദേഹം തന്ന സജഷനാണ്. കാരണം വുഡ് വേണ്ട എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് വുഡൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും മാറ്റി എല്ലാം UPVC ആക്കി, ഗ്ലേസ്ഡ് ആക്കി, പിന്നെ ഈ എലിവേഷൻ മാറ്റി. അങ്ങനെ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി തന്നെ ആകെ കൂടി മാറ്റി അതിനെ ഒരു പുതിയ വീടാക്കി രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വീടിൻ്റെ രൂപാന്തരം മാറ്റിയ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. ഫ്രണ്ട് എലിവേഷനും മാറ്റി, പിന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന ലീക്കേജ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. രൂപഭംഗി തന്നെ ആകെ മാറ്റിയിട്ടുണ്ട്. അകത്തും ഇതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, നമ്മുടെ കിച്ചൺ ഉൾപ്പെടെ. അത് നമുക്കൊന്ന് കാണാം. നേരത്തെ എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ 2 റൂമായിരുന്നു. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്നതും അപ്പുറത്തൊരു വർക്ക് ഏരിയ ആയിട്ടായിരുന്നു. അപ്പോൾ വളരെ ചെറിയൊരു റൂമായിരുന്നു. സ്റ്റോറേജ് സ്പേസ് കുറവായിരുന്നു. ഒരു സ്ലാബ് ഇങ്ങനെ, അവിടെ സ്ലാബൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ മാത്രമേ സ്ലാബൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡാംനെസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് സാധനമൊന്നും വയ്ക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ അത് മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന വർക്ക് ഏരിയയും അടുക്കളയും കൂടെ ചേർത്ത് വലിയ റൂമാക്കിയിട്ടുണ്ട്. അതുപോലെ 2 ഡോറായിരുന്നു. ഈ ഡോറ് ചെറുതായിരുന്നു രണ്ടും. ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്നത് കഥയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്. ഇപ്പം അത് വലുതാക്കി എല്ലാ സ്റ്റോറേജ് സൗകര്യങ്ങളും ഉണ്ട്. കുക്ക് ചെയ്യുന്നതിനും അത് വളരെ എളുപ്പമായിട്ടുണ്ട്. ആംസണുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല ഡിസൈനാണ്. വളരെ നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് അത് നമ്മുടെ സൗകര്യമൊക്കെ മനസ്സിലാക്കി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വളരെ നല്ല വർക്കായിട്ട് എനിക്കത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉണ്ട്.